subgroup. If G star is a group and H subset of G is a non-empty subset that satisfies the following conditions. For A, B belongs to H, A star B belongs to H. അതായത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. എച്ചിലുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും ആ രണ്ട് എലമെൻറ്റ്സ് ഓപ്പറേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ആ എച്ചിൽ തന്നെ ഉണ്ടായിരിക്കണം. സെക്കൻഡ് വൺ, ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എച്ചിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. തേർഡ്, ഇൻവേഴ്സ്, എച്ചിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ എച്ച് സ്റ്റാറിനെ നമുക്ക് ജി സ്റ്റാറിൻ്റെ സബ് ഗ്രൂപ്പ് ആണെന്ന് വിളിക്കാം. ജി എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ്, അത് അണ്ടർ ദ ഓപ്പറേഷൻ സ്റ്റാർ ഒരു ഗ്രൂപ്പാണ്. ആൻഡ് എച്ച് എന്ന് പറയുന്നത് ജിയുടെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ എച്ചിലെ ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും ഓപ്പറേഷൻ അനുസരിച്ച് എ സ്റ്റാർ ബി എന്ന് പറയുന്നത് എച്ചിലുണ്ടായിരിക്കണം. ജിയിലെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എച്ചിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ എച്ചിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിന് ഇൻവേഴ്സ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എച്ച് ജിയുടെ ഒരു സബ് ഗ്രൂപ്പ് ആണെന്ന് പറയാം. ഓക്കെ, ഗ്രൂപ്പ് ഹോമോമോർഫിസം. നമ്മുടെ കയ്യിൽ രണ്ട് ഗ്രൂപ്പ്സ് ഉണ്ട്, ജി സ്റ്റാറും ജി ഡാഷ് ഡെൽറ്റയും. ഇപ്പോൾ ജി എന്ന് പറയുന്ന നോൺ എംപ്റ്റി സെറ്റ് സ്റ്റാർ എന്ന ബൈനറി ഓപ്പറേഷൻ അനുസരിച്ച് ഒരു ഗ്രൂപ്പാണ്. ജി ഡാഷ് എന്ന് പറയുന്ന നോൺ എംപ്റ്റി സെറ്റ് ഡെൽറ്റ എന്ന് പറയുന്ന ഓപ്പറേഷൻ അനുസരിച്ച് ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജിയിൽ നിന്നും ജി ഡാഷിലേക്ക് നമ്മളൊരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യാണ്. such that f of a star b is equal to f of a delta f of b. അങ്ങനെയാണെങ്കിൽ we can say that f is a group homomorphism. ഇനി ഈ ഗ്രൂപ്പ് ഹോമോമോർഫിസം 1 to 1ഉം on to ആണെങ്കിൽ, നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മാപ്പിംഗ് 1 to 1 ആൻഡ് on to ആണെങ്കിൽ ആ ഗ്രൂപ്പ് ഹോമോമോർഫിസത്തിനെ നമുക്ക് ഗ്രൂപ്പ് ഐസോമോർഫിസം എന്ന് വിളിക്കാം. Define f from z plus to z plus as f of m is equal to 2 raised to m for any m belongs to z plus, where z plus plus and z plus dot be two subgroups. Then prove that f is a homomorphism. നമുക്ക് രണ്ട് ഗ്രൂപ്പ്സ് തന്നിട്ടുണ്ട്, z plus under പ്ലസും z plus under മൾട്ടിപ്ലിക്കേഷനും. z plus under അഡീഷനും z plus under മൾട്ടിപ്ലിക്കേഷനുമാണ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സബ് ഗ്രൂപ്പ്സ്. z പ്ലസിൽ നിന്നും z പ്ലസിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് സച്ച് ദാറ്റ് f of m ഈക്വൽ ടു 2 raised to m. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് f ഒരു ഹോമോമോർഫിസം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ് ലെറ്റ് m n belongs to z plus. z പ്ലസിലുള്ള രണ്ട് എലമെൻറ്റ്സ് ആണ് എമ്മും എന്നും. കൺസിഡർ f of m plus n. കൺസിഡർ f of m plus n. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിലെ ഓപ്പറേഷൻ അഡീഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ f of m plus n എന്നെടുത്തത്. നമുക്ക് കാണിക്കേണ്ടത് f of a star b is equal to f of a delta f of b എന്നാണ് കാണിക്കേണ്ടത്. അതായത് f of m plus n is equal to f of m into f of n എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അതാണ് ഹോമോമോർഫിസം. അപ്പോൾ നമുക്ക് f of m plus n കൺസിഡർ ചെയ്യാം. f of m plus n is equal to, by definition f of m is 2 raised to m. അങ്ങനെയാണെങ്കിൽ f of m plus n എന്ത് വരും? 2 raised to m plus n എന്ന് വരും, which is equal to 2 raised to m plus n എന്ന് പറഞ്ഞാൽ എന്താ? 2 raised to m into 2 raised to n. 2 raised to m എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനേഷൻ നമുക്ക് എന്ത് പറയാം? f of m into 2 raised to n by definition f of n. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? f of m plus n is equal to f of m into f of n എന്ന് കിട്ടി. Therefore നമുക്ക് എന്ത് പറയാം? f is a homomorphism.
F is a homomorphism. ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് S equal to n cross n, the set of all ordered pairs of positive integers with the operation star defined by AB star CD is equal to AD plus BC BD. And if F from S star to Q plus is defined by F of AB equal to A by B, then show that F is a homomorphism. അപ്പോൾ നമുക്ക് എഫ് ഒരു ഹോമോമോർഫിസം ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ രണ്ട് എലമെൻറ്റ്സ് എസ്സിലുള്ള രണ്ട് എലമെൻറ്റ്സ് ഞാൻ എടുക്കുകയാണ്. എസ്സിലുള്ള രണ്ട് എലമെൻറ്റ്സ് എടുക്കുകയാണ്. എ ബി സി ഡി. എസ്സിലുള്ള എലമെൻറ്റ്സ് പെയേഴ്സ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് എസ്സിലുള്ള രണ്ട് എലമെൻറ്റ്സ് എ ബി സി ഡി ഞാൻ എടുക്കുവാണ്. നൗ consider f of AB star CD, which is equal to f of AB star CD ആണ്. സോ AB star CD ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? AD plus BC BD ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എ ബി എങ്ങനെ ഡിഫൈൻ ചെയ്ത്? എ ബൈ ബി എന്നല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ഡി പ്ലസ് ബി സി ഡിവൈഡഡ് ബൈ ബി ഡി എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു എ ഡി ബൈ ബി ഡി പ്ലസ് ബി സി ബൈ BD, which is equal to DD കട്ടായി പോയാൽ നമുക്ക് A by B എന്ന് കിട്ടും, പ്ലസ് BB കട്ടായി പോയാൽ നമുക്ക് C by D എന്ന് കിട്ടും, which is equal to A by B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F of AB ആണ്, പ്ലസ് C by D എന്ന് പറഞ്ഞാൽ F of CD ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് എ ബി സ്റ്റാർ സി ഡി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ ബി പ്ലസ് എഫ് ഓഫ് സി ഡി. Therefore, we can say that F is a homomorphism. Next, permutation group or symmetric group. The set of all permutations on a non-empty set S under the binary operation star of right composition of permutation is a group, and it is called a permutation group. If S equal to set 1, 2, 3, etc. n, then the permutation group is also called symmetric group of degree n and is denoted by Sn. The number of elements of Sn is equal to n factorial. So symmetric group അല്ലെങ്കിൽ permutation group എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഉണ്ട്. ആ സെറ്റിൽ 1 മുതൽ n വരെയുള്ള എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ n എലമെൻറ്റ്സിൻ്റെ n നമ്പേഴ്സിൻ്റെ പെർമ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ അറേഞ്ചിങ് ദീസ് നമ്പേഴ്സ്, ഈ നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, അതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഈ നമ്പേഴ്സ് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻസ് വിളിക്കുന്നത്. അപ്പം എത്ര നമ്പർ ഉണ്ടോ അത്ര നമ്പറിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിമെട്രിക് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ആ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷൻ, ആ സെറ്റ് ഒരു ഗ്രൂപ്പ് ആയിരിക്കും. ആ ഗ്രൂപ്പിനെ നമ്മൾ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ സിമെട്രിക് ഗ്രൂപ്പ് എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, എസ് ഈക്വൽ ടു സെറ്റ് 1, 2. എസ് എന്ന് പറയുന്നത് സെറ്റ് 1, 2 ആണ്. 1, 2 ആണ് സെറ്റ് സെറ്റ് എസ്സിലുള്ളത്. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ഈ അറേഞ്ച്മെൻറ്റ്സ് 1നെയും 2നെയും നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇങ്ങനെ അറേഞ്ച് ചെയ്യാം, ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. ഈ 2 പോസിബിൾ അറേഞ്ച്മെൻറ്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ പെർമ്യൂട്ടേഷൻസ് നമ്മൾ എഴുതുന്നത് P1 ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ. നമ്പേഴ്സ് 1ഉം 2ഉം ആണ്. ഈ നമ്പേഴ്സിൽ 1നെ നമ്മൾ 1ലേക്ക് തന്നെ മാപ്പ് ചെയ്യുക, 2നെ
2ലേക്ക് തന്നെ മാപ്പ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ. ഇനി സെക്കൻഡ് പെർമ്യൂട്ടേഷൻ. P2 is equal to നമ്പേഴ്സ് 1 2 ആണ്. 1നെ 2ലേക്ക് മാപ്പ് ചെയ്യുക, 2നെ 1ലേക്ക് മാപ്പ് ചെയ്യുക. ഇതാണ് സെക്കൻഡ് പെർമ്യൂട്ടേഷൻ. അപ്പം SN എന്ന് പറയുന്നത് ഈ P1ൻ്റെയും P2ൻ്റെയും കളക്ഷനാണ്. SN ഇവിടെ N എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ S2 is equal to സെറ്റ് P1 P2. അതിൽ P1 എന്ന് പറയുന്നത് ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ, P2 എന്ന് പറയുന്നത് സെക്കൻഡ് പെർമ്യൂട്ടേഷൻ. ഇവിടെ കറക്റ്റ് അല്ലേ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ SN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. ഇവിടെ n 2 ആണ്. അപ്പോൾ 2 ഫാക്ടോറിയൽ ആണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ S2ൽ ഉണ്ടായിരിക്കേണ്ട എലമെന്റ്സിന്റെ എണ്ണം 2. P1ഉം P2ഉം കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതാണ് ഒരു സിമെട്രിക് ഗ്രൂപ്പ് S2 എന്ന് പറയുന്നത് വിത്ത് 2 എലമെന്റ്സ്. ഇനി നമുക്ക് S3 നോക്കാം. അപ്പോൾ S3 എടുക്കുമ്പോൾ Sൽ 3 എലമെന്റ്സ് ആണ്. 1 2 3. Sൽ 3 എലമെന്റ്സ് 1 2 3. ഈ 1 2 3നെ നമുക്ക് എങ്ങനെയെല്ലാം പെർമ്യൂട്ട് ചെയ്യാം, എങ്ങനെയെല്ലാം അറേഞ്ച് ചെയ്യാം? 1 2 3 1 അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് 3യും 2ഉം കൂടെ ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് 2 ഫിക്സ് ചെയ്തിട്ട് 1ഉം 3യും കൂടെ ചേഞ്ച് ചെയ്യാം. 2 ഫിക്സ് ചെയ്ത് വെച്ചിട്ട് 1ഉം 3യും കൂടെ. ഓക്കെ, 1 2 3 1 3 2 2 1 3 2 3 1. നെക്സ്റ്റ് 3 1 2 3 2 1. ഇനി അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ഈ 3 ലെറ്റേഴ്സിന്റെ അറേഞ്ച്മെന്റ്സ്. അപ്പോൾ നമ്മളെ S3യിൽ ഉള്ള എലമെന്റ്സ് എങ്ങനെയായിരിക്കും? S3യിലുള്ള എലമെന്റ്സ് പെർമ്യൂട്ടേഷൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിനെ P1 P2 P3 എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും? SNലുള്ള എലമെന്റ്സിന്റെ എണ്ണം n ഫാക്ടോറിയൽ ആണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ 3 ആണ്. 1 2 3 3 പേരാണുള്ളത്. അപ്പോൾ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 3 6 എലമെന്റ്സ് ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് 6 പെർമ്യൂട്ടേഷൻസ് ഉണ്ട്. 1 2 3 4 5 6. അപ്പോൾ 6 എലമെന്റ്സ് ആണ് വേണ്ടത്. നമ്മൾ അവർക്ക് P1 P2 P3 P4 P5 P6. ഇതെന്താണ്? ഇതിൽ P1 ഈക്വൽ ടു ഫസ്റ്റ് പെർമ്യൂട്ടേഷൻ. 1നെ 1ലേക്ക്, 2നെ 2ലേക്ക്, 3നെ 3ലേക്ക്. P2 എന്ന് പറയുന്നത് സെക്കൻഡ് പെർമ്യൂട്ടേഷൻ. 1നെ 1ലേക്ക്, 2നെ 3ലേക്ക്, 3നെ 2ലേക്ക്. ഇനി P3 തേർഡ് പെർമ്യൂട്ടേഷൻ. 1നെ 2ലേക്ക്, 2നെ 1ലേക്ക്, 3നെ 3ലേക്ക്. P4 1നെ 2ലേക്ക്, 2നെ 3ലേക്ക്, 3നെ 1ലേക്ക്. P5 1നെ 3ലേക്ക്, 2നെ 1ലേക്ക്, 3നെ 2ലേക്ക്. P6 1 2 3 1നെ 3ലേക്ക്, 2നെ 2ലേക്ക്, 3നെ 1ലേക്ക്. So these are the permutations. ഇത് ഒരു ഗ്രൂപ്പാണ് അണ്ടർ ദ റൈറ്റ് കോമ്പോസിഷൻ ഓപ്പറേഷൻ. ഓക്കെ, റൈറ്റ് കോമ്പോസിഷൻ ഓപ്പറേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലുള്ള S3യിലുള്ള 2 എലമെന്റ്സ് കൺസിഡർ ചെയ്യുക. അവർ തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ഞാനൊരു 2 എലമെന്റ്സ് കൺസിഡർ ചെയ്യാണ്. ഏതെങ്കിലും 2 എലമെന്റ്സ് P4* P5 എടുത്തു. 2 എലമെന്റ്സ് എടുത്തു, P4* P5. P4* P5 എന്ന് പറയുന്നത് നമ്മളെ റൈറ്റ് കോമ്പോസിഷൻ ആണ് ഇവിടുത്തെ ഓപ്പറേഷൻ. അപ്പോൾ ആദ്യം P4 എഴുതുക. P4 1 2 3 2 3 1 P5 എഴുതുക.
1 2 3 3 1 2 റൈറ്റ് കോമ്പോസിഷൻ ആണ്. അപ്പോൾ 1 2 3 അതുപോലെ തന്നെ ഇടാം. 1 2 3 എങ്ങോട്ടാണ് റിസൾട്ട് 1 2 3 എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ റൈറ്റ് കോമ്പോസിഷൻ ആയതുകൊണ്ട് നമ്മുടെ റൈറ്റിൽ ഉള്ള എലമെന്റ് ഏതാണോ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റൈറ്റിൽ P5 ആണ്, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം റൈറ്റിലെ P5 ഫസ്റ്റ് 1 നോക്കാം. 1 എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് നോക്കാം. അപ്പം P5 1 3യിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ഈ 3 P4 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നത് നോക്കണം. ഓക്കെ, 1 3യിലേക്ക്, P5 1 3യിലേക്കാണ്. അപ്പോൾ P4 3 എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നത് നോക്കണം. അപ്പോൾ P4 3 1ലേക്കാണ്. അപ്പോൾ റിസൾട്ട് എങ്ങോട്ട് വരും? റിസൾട്ടിൽ 1 1ലേക്ക് വരും. ഇത് നിങ്ങൾക്ക് ആ ട്രാൻസിറ്റിവിറ്റി ആയിട്ട് കണക്ട് ചെയ്താൽ മതി. എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി, സോ എ റിലേറ്റഡ് ടു സി. ആ ഒരു കണക്ഷൻ ഓർത്താൽ മതി. ഓക്കെ, എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി, സോ എ റിലേറ്റഡ് ടു സി. അങ്ങനെ അങ്ങ് കണക്ട് ചെയ്താൽ മതി. നോക്കേണ്ടത് എപ്പോഴും റൈറ്റിലുള്ള എലമെന്റിൽ നിന്നാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 റിലേറ്റഡ് ടു 3, 3 റിലേറ്റഡ് ടു 1, സോ 1 to 1. നെക്സ്റ്റ് P5 2 നോക്കാം. 2 1ലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ P4 1 എങ്ങോട്ടാണ് നോക്കുക. 1 2ലേക്കാണ്, സോ റിസൾട്ടിൽ 2ലേക്ക്. നെക്സ്റ്റ് 3 P5 2ലേക്കാണ്, 2 P5 3ലേക്കാണ്, സോ 3 3ലേക്ക്. P4 composite P5 is equal to 1 2 3 1 2 3 which is P1. ഇങ്ങനെ നമുക്ക് ഓരോ പേരും എടുത്തിട്ട് അതിൻ്റെ റിസൾട്ടൻറ്റ് കോമ്പോസിഷൻ പെർമ്യൂട്ടേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പ്രോബ്ലം നോക്കുക. ഇത് നമ്മളെ S3 സിമെട്രിക് ഗ്രൂപ്പ്, S3 സ്റ്റാർ, അതൊരു ഗ്രൂപ്പാണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ ആദ്യം പെർമ്യൂട്ടേഷൻസ് ഒക്കെ എടുത്തു. നമ്പർ ഓഫ് എലമെൻറ്റ്സ് S3 3 ഫാക്ടോറിയൽ ആണ്, 6 ആണ്. അപ്പോൾ നമ്മൾ സെറ്റ് എടുത്ത് ഈ S3 എന്ന് പറഞ്ഞാൽ P1 P2 P3 P4 P5 P6 ആണ്. അതിൽ ഓരോ പെർമ്യൂട്ടേഷൻസും നമ്മൾ കണ്ടു. ഇനി നമ്മളിതിൻ്റെ കോമ്പോസിഷൻ ടേബിൾ എഴുതി. കോമ്പോസിഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 2 എലമെൻറ്റ്സ് എടുത്ത് കോമ്പോസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കാട്ടിയില്ലേ, അതുപോലെ ഈ ഓരോ പേഴ്സും എടുത്തിട്ട് അവരുടെ റിസൾട്ടൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. P1 കോമ്പോസിറ്റ് P1, P1 കോമ്പോസിറ്റ് P2, അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ച് എഴുതിയ ടേബിളാണിത്. ഓക്കെ, അത് ഓരോ പേരും എടുത്തിട്ട് ഞാൻ കാണിച്ചു തന്ന പോലെ കോമ്പോസിഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതണം. അങ്ങനെ എഴുതിയതാണ് ഈ ടേബിള്. അങ്ങനെ ആ ടേബിൾ എഴുതിയതിന് ശേഷം നിങ്ങൾ നോക്കുക, ഗ്രൂപ്പ് ആവാൻ ഫസ്റ്റ് വേണ്ടത് എന്താ? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് S3 ഏത് 2 എലമെൻറ്റ്സ് എടുത്താലും അവരുടെ കോമ്പോസിറ്റ് S3 തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. S3 ഏത് 2 എലമെൻറ്റ് എടുത്താലും നമ്മളത് കോമ്പോസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ടൻറ്റ് S3 തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ക്ലോസ്ഡ് ആണെന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി നോക്കാൻ നമ്മൾ ഏതെങ്കിലും 3 എലമെൻറ്റ്സ് എടുക്കുക. ഏതെങ്കിലും 3 എലമെൻറ്റ്സ് എടുത്തിട്ട്, ഞാനിപ്പോൾ ഇവിടെ എക്സാമ്പിളായിട്ട് P2 P4 P6 ആണ് എടുത്തിട്ടുള്ളത്. 3 എലമെൻറ്റ്സ് എടുത്തു. നമുക്ക് കാണിക്കേണ്ടത് P2 സ്റ്റാർ P4 സ്റ്റാർ P6 is equal to P2 സ്റ്റാർ P4 സ്റ്റാർ P6 എന്നാണ് കാണിക്കേണ്ടത്. ആദ്യം നമ്മൾ LHS എടുത്തു. LHS P2 സ്റ്റാർ P4 സ്റ്റാർ P6 which is equal to, ആദ്യം ബ്രാക്കറ്റിനുള്ളിലുള്ള 2 പേരും കൂടെ റൈറ്റ് കോമ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 2ലേക്ക്, 2 3ലേക്ക്, സോ റിസൾട്ടിൽ 1 3ലേക്ക് വരും. 2 3ലേക്ക്, 3 2ലേക്ക്, സോ 2 2ലേക്ക് വരും റിസൾട്ടിൽ. നെക്സ്റ്റ് 3 1ലേക്ക്, 1 1ലേക്ക്, അപ്പോൾ റിസൾട്ടിൽ 3 1ലേക്ക് വരും. സോ 1 2 3 3 2 1 സ്റ്റാർ P6 ചെയ്യാം. അപ്പം റിസൾട്ടിൽ എന്ത് വരും? 1 3ലേക്ക്, 3 1ലേക്ക്, സോ 1 1ലേക്ക് പോകും. 2 1ലേക്ക്, 2 2ലേക്ക്, സോ 2
2 1ലേക്ക് 1 3ലേക്ക്, സോ റിസൾട്ടിൽ 2 3ലേക്ക് പോകും. 3 2ലേക്ക്, 2 2ലേക്ക്, റിസൾട്ടിൽ 3 2ലേക്ക് പോകും. സോ നമുക്ക് എന്താ കിട്ടിയ 1 2 3 1 2 1 3 2, അത് P2 ആണ്. നെക്സ്റ്റ് നമുക്ക് P2 സ്റ്റാർ P4 സ്റ്റാർ P6 നോക്കാം. P2 അതുപോലെ തന്നെ എഴുതി, P4 സ്റ്റാർ P6 ചെയ്തു. റിസൾട്ടിൽ നമുക്ക് P2 തന്നെ കിട്ടും. അപ്പം ഏത് 3 പേരെടുത്താലോ അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യുന്നു, അതുകൊണ്ട് അത് അസോസിയേറ്റീവ് ആണ്. നെക്സ്റ്റ് നമുക്ക് എക്സിസ്റ്റൻസ് ഓഫ് ഐഡന്റിറ്റി ആണ് കിട്ടേണ്ടത്. അപ്പോൾ P1 എന്ന് പറയുന്ന പെർമ്യൂട്ടേഷൻ എടുത്താൽ ഈ P1 എന്ന് പറഞ്ഞ പെർമ്യൂട്ടേഷൻ്റെ കൂടെ ഏത് S3യിലെ ഏത് എലമെൻ്റ് എടുത്ത് റൈറ്റ് കോമ്പോസിറ്റ് ചെയ്താലും ആ എലമെൻ്റ് തന്നെയാണ് കിട്ടുക. അപ്പോൾ P1 ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇനി എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് നോക്കാൻ നിങ്ങൾ നോക്കേണ്ടത് നമ്മുടെ ടേബിൾ നോക്കുക. നമ്മുടെ ടേബിളിൽ ഓരോ എലമെൻറ്റിൻ്റെയും കറസ്പോണ്ടിങ് റോ നോക്കുക. ഓരോ എലമെൻറ്റിൻ്റെയും കറസ്പോണ്ടിങ് റോയിലെ P1 ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഏത് പർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ നേരെയാണ് വരുന്നത്, അതായിരിക്കും ആ റോയിലെ എലമെൻറ്റിൻ്റെ ഇൻവേഴ്സ്. അതായത് ഇവിടെ നോക്കുക, P1ൻ്റെ റോ നോക്കുക. P1ൻ്റെ റോ നോക്കി ഇതിൽ P1ൻ്റെ നേരെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് P1 ഉള്ളത് എവിടെയാ? P1 കോമ്പോസിറ്റ് P1 ആണ് P1 ആയിട്ട് വരുന്നത്. അപ്പോൾ P1ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് P1 ആണ്. നെക്സ്റ്റ് P2ൻ്റെ റോ നോക്കുക. P2ൻ്റെ റോയിൽ P1 വരുന്നത് P2 കോമ്പോസിറ്റ് P2 ആണ്. അപ്പോൾ P2 കോമ്പോസിറ്റ് P2 is equal to P1. That means P2 is the inverse of P2. നെക്സ്റ്റ് P3യുടെ കോളം നോക്കാം. P3യുടെ കോളത്തിൽ P1 P3ക്ക് നേരെയാണ്. സോ P3യുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് P3 തന്നെയാണ്. P3 സ്റ്റാർ P3 is equal to P1. നമുക്ക് എപ്പോഴും എങ്ങനെയാണ് ഇൻവേഴ്സ് വരേണ്ടത്? A സ്റ്റാർ A ഇൻവേഴ്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്നാണ് വരേണ്ടത്. സോ ഇവിടെ P3 സ്റ്റാർ P3 is equal to P1 എന്ന് വരുന്നുണ്ട്. അപ്പോൾ P3യുടെ ഇൻവേഴ്സ് ആര് തന്നെയാണ്? P3 തന്നെയാണ്. നെക്സ്റ്റ് P4ൻ്റെ റോ നോക്കുക. P4ൻ്റെ റോയിൽ P1 വരുന്നത് എവിടെയാ? P6ലാണ്. P4ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് P6 ആണ്. നെക്സ്റ്റ് P5ൻ്റെ റോ നോക്കുക. P5ൻ്റെ റോയിൽ P1 വരുന്നത് P5 ആണ്. സോ P5ൻ്റെ ഇൻവേഴ്സ് P5 തന്നെയാണ്. നെക്സ്റ്റ് P6ൻ്റെത് P1 വരുന്നത് P4ലാണ്. സോ P6ൻ്റെ ഇൻവേഴ്സ് P4 ആണ്. അപ്പോൾ എല്ലാ എലമെൻസിനും ഇൻവേഴ്സ് ഉണ്ട്. ദെർഫോർ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ്.